ഹായ് ഫ്രണ്ട്സ്, രാഖീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവിടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല മധുരമുള്ള റെസിപ്പിയാണ്. ഒരു പാൽ കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു പാൽ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് തരണേ. അപ്പോഴും നമ്മുടെ ആദ്യമായിട്ട് ഈ ഒരു പാൽ കേക്ക് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പാൽപ്പൊടിയും അതിന്റെ കൂടെ തന്നെ 1.5 കപ്പ് മൈദയുമാണ് ആവശ്യം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് 1 കപ്പ് പാൽപ്പൊടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിന്റെ കൂടെ തന്നെ 1.5 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോഴും കുറച്ച് കൂടുതലായിട്ട് പാൽ കേക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അളവ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാവുന്നതാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് മതി, കാരണം നമ്മൾ ഇതിനകത്തോട്ട് ഷുഗർ സിറപ്പ് ചേർക്കുന്നതാണ്. അതുകൊണ്ട് മധുരം നന്നായിട്ട് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കയുടെ പൗഡറാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലോ അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ഗീയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം മാത്രം മതി നമ്മൾ ഇത് നന്നായിട്ട് ഇളം ചൂടുള്ള പാൽ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പൊ ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാ പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല, കാരണം സോഡാ പൗഡർ ചേർത്തില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കിട്ടും. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പൊ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ്. ഇത് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് ചെയ്തിട്ട് വരാം. അപ്പോഴും മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് പരത്തിയ ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴും നമ്മൾ ഇതാ ഈ ഒരു കട്ടയ്ക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് വറുത്ത് കോരിയെടുക്കണം. അതിനായിട്ട് എണ്ണയിലോട്ട് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1 or 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ പാനാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു കളറിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കളർ ചേഞ്ച് ആയതെല്ലാം ഞാനൊരു ട്രെയിലോട്ട് മാറ്റുവാണ്. ആദ്യത്തെ ഒരു ബാച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഫ്രൈ ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് നല്ല കട്ടിയായിട്ടുള്ള ഒരു സിറപ്പായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് വരുന്നതിന് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള കാര്യം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു ട്രേയിലോട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ ഇപ്പൊ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോഴും നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോഴും ഇതാ നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരേക്കും താങ്ക് യു.